ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനയിൽ പറഞ്ഞതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കാണ്ടുള്ള ഒരു പാവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ 2 കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും വിനീഗറും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുക്കി വെച്ചിട്ട് നന്നായി കഴുകി എടുത്തിട്ടുള്ള കയ്പ്പയ്ക്കയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പച്ചക്കറി ആയാലും ഇറച്ചി ആയാലും ഉപ്പും വിനീഗറും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് നന്നായി കഴുകിയെടുത്ത് ഉപയോഗിക്കുക. ഇത് നന്നായിട്ട് കനം കുറച്ച് ഇതുപോലെ വട്ടന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇനി ഇതിൽ കുറച്ച് മൂത്ത കുരുക്കളുണ്ട്, അധികം ഇല്ല, 1-2 മൂത്ത കുരുക്കളുണ്ട്. ആ കുരു നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ കയ്പ്പയ്ക്കയ്ക്ക് ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് അത് കയ്പ്പുണ്ടാവും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് ഈ വട്ടന നുറുക്കിയിട്ടുള്ള കയ്പ്പയ്ക്ക മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ 10-15 മിനിറ്റ് മുക്കി വയ്ക്കുക പുളിവെള്ളത്തിൽ. അതിന് ശേഷം നന്നായി സ്ട്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇനി പുളിവെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കണില്ല, ഇതേപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് പോകാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഈ പുളിവെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളത്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കയ്പ്പയ്ക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അധികം ആവാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയിലേക്ക് വെള്ളത്തിൻ്റെ പോരായി ഉണ്ടെങ്കിൽ വീണ്ടും വിനീഗർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടീസ്പൂണും കൂടിയും വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് നമ്മൾ കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. ഞാനിതിലേക്ക് 1 ടീസ്പൂണും കൂടിയും വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കയ്പ്പയ്ക്കയിൽ നന്നായി തിരുമ്മി പിടിപ്പിക്കാം. അപ്പോൾ മസാല കയ്പ്പയ്ക്കയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ തിരുമ്മി പിടിപ്പിക്കുമ്പോൾ കയ്പ്പയ്ക്ക പൊട്ടി പോവാണ്ട് ശ്രദ്ധിച്ച് മസാല പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ മസാലയെല്ലാം കയ്പ്പയ്ക്കയിൽ നന്നായി പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതോ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അധികം നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കാലങ്ങളോളം ഇത് ഫ്രൈ ചെയ്ത് ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ അത് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കും. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ കയ്പ്പയ്ക്ക ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ നമ്മൾ വേറെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കയ്പ്പയ്ക്ക ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ഫ്രൈ ചെയ്ത് പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ കൊണ്ടുപോയാൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മൾ കയ്പ്പയ്ക്ക കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും.
ഇപ്പം നമ്മുടെ കയ്പ്പയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്, ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്പ്പയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ കയ്പ്പയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ കയ്പ്പയ്ക്കയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു വലിയ സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാളയിൽ ഉപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് അധികം ആവാൻ പാടില്ല. അപ്പോൾ ഉപ്പ് അധികമായി കഴിഞ്ഞാൽ കയ്പ്പയ്ക്ക ഫ്രൈ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വറുത്ത് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി കയ്പ്പയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളക് ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അത് മേലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പച്ചമുളക് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വറ്റൽമുളകും തേങ്ങാക്കൊത്തും പച്ചമുളകൊക്കെ കൂടിയിട്ട് നമ്മൾ കയ്പ്പയ്ക്ക ഫ്രൈ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ വറ്റൽമുളകും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി കയ്പ്പയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കയ്പ്പയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.